എല്ലാവർക്കും നല്ല നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മുടെ മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞുപോയി എന്ന് തോന്നലുളവാക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അങ്ങനത്തെ സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കാനായിട്ട് ദേവദൂതന്മാരെ പോലെ ആരെങ്കിലുമൊക്കെ കടന്നു വരും. അത്തരത്തിൽ ചാലക്കുടിയിൽ ഇടപെടൽ നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ പറ്റിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അവരുടെ പേര് പി എ ഷൈല എന്നാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ്. എന്താണ് സംഭവം? നീറ്റ് എക്സാമിനേഷൻ നടന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. നീറ്റ് എക്സാമിനേഷൻ നടക്കുന്ന ഈ ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ കോളേജിലേക്ക് മുരിങ്ങൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി പരീക്ഷ എഴുതുവാനായിട്ട് എത്തിച്ചേർന്നു. പക്ഷേ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ബാഗിൽ ഈ ID കാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മറന്നുപോയി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. എന്ത് ചെയ്യും? 1:30 പരീക്ഷാ ഹാളിൽ പ്രവേശിക്കണം. ആകെ നിസ്സഹായതയുടെ അവസ്ഥ. നമുക്കറിയാം, ഈ പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുൻപ് പലപ്പോഴും ഹോൾ ടിക്കറ്റ് മറന്നു വെച്ചു പോയ അനുഭവങ്ങളുണ്ടാവും. അത് തീർച്ചയായിട്ടും ചിലപ്പോൾ സ്കൂൾ അധികൃതരോ മറ്റോ ഇടപെട്ട് നമ്മളെ സഹായിക്കാൻ പറ്റും. പക്ഷേ നീറ്റ് എക്സാമിനേഷൻ പോലുള്ള എക്സാമിനേഷനിൽ അത് നടക്കില്ല. ID കാർഡ് കൊണ്ടുവരിക തന്നെ ചെയ്യാം. അവിടെയാണ് നമ്മുടെ വെള്ളിക്കുളങ്ങരയിലെ എസ് ഐ ആയിട്ടുള്ള പി എ ഷൈല എന്ന് പറയുന്ന മാഡം അവിടെ ഒരു ദേവദൂതനെ പോലെ ഈ വിദ്യാർത്ഥിയെ സഹായിക്കാൻ എത്തിയത്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ ഹൈവേയിലെ ബ്ലോക്ക്, അതായത് മുരിങ്ങൂരിൽ നിന്ന് കൊരട്ടി വരെ എത്തണമെങ്കിൽ ചിലപ്പോൾ 2-3 മണിക്കൂറോ വേണ്ടി വരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ നിസ്സംഗതയോടുകൂടി വളരെ വിഷമിച്ച് നിൽക്കുന്ന നമ്മളുടെ ഈ മുരിങ്ങൂരിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയെ പേടിക്കേണ്ട, ID കാർഡ് നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവരുടെ സ്കൂട്ടറിലെത്തി വിദ്യാർത്ഥിയെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വിദേശത്താണ്. അപ്പൂപ്പനാണ് ഈ കുട്ടിയെ കോളേജിലേക്ക് കൊണ്ടാക്കി തിരിച്ചു പോകുന്നത്. അപ്പൂപ്പൻ പോകുന്നതിന് ശേഷം ബാഗിൽ നോക്കുമ്പോഴാണ് ID കാർഡ് ഇല്ല എന്നുള്ള ആ സത്യം മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നിശ്ചയദാർഢ്യത്തോടു കൂടി ആ കുട്ടിയെ പിറകിലിരുത്തി മുരിങ്ങൂരിൽ പോയി, അതും ഈ ബ്ലോക്കുകളൊക്കെ മറികടന്ന്. ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കണം. ശരിക്കും പറഞ്ഞാൽ ചാലക്കുടി പാലം കഴിഞ്ഞ് ഡിവൈൻ്റെ ഫ്ലൈ ഓവർ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 1.5 വഴിയാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ കഴിവ് പ്രകടിപ്പിച്ചെടുത്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ മുരിങ്ങൂര് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബ്ലോക്കുകളെല്ലാം മറികടന്നുകൊണ്ട് ഈ വിദ്യാർത്ഥിനിക്ക് വേണ്ടി നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ വന്ന ID കാർഡ് മറന്നു വെച്ച വിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തി ID കാർഡുമായി വന്ന് പരീക്ഷാ ഹാളിൽ പ്രവേശിച്ച് ആ കുട്ടിയെ സഹായിച്ചു. ഇത് തീർച്ചയായിട്ടും അത്ര വലിയ സംഭവം എന്ന് ഉദ്ഘോഷിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ പോലീസിൻ്റെ ഡ്യൂട്ടി അല്ലേ എന്നൊക്കെ ചോദിക്കാനുണ്ടാവും. പക്ഷേ എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഓരോ പ്രതിസന്ധികളുടെയും മുന്നിൽ നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ കടന്നു വരും. തകർന്ന് തരിപ്പണമായി ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചിലർ മരണമാണ് ഇനി രക്ഷ എന്ന് പറഞ്ഞു പോകുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള ഇടപെടലുണ്ട്. ഈ അടുത്ത അവസരം കണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിക്കാമെന്ന ഒരാളെ രക്ഷപ്പെടുത്തണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാണ്. കാരണം പോലീസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ നെറ്റി ചുളിയും. അതങ്ങനെയാണ്, തുടക്കം മുതലേ അങ്ങനെയാണ്. സിനിമകളിലാണ് നമുക്ക് ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് പോലീസിനെ ഇടിക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൈയടിക്കുന്ന സംഭവങ്ങളാണ്. പോലീസ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നെറ്റി ചുളിയാണ്. പക്ഷേ പോലീസുകാരും മനുഷ്യരാണ്, അവരിലും നന്മയുണ്ട്, അവർ നന്മ ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള പി എ ഷൈല എന്ന് പറയുന്ന മാഡം അവരുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടുള്ളത്. ഇനിയും പോലീസ് സഹായകരമായി ഇടപെടലുകൾ ജനങ്ങൾക്ക് ചെയ്യട്ടെ. തീർച്ചയായിട്ടും പ്രതിസന്ധികൾ നിറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ എവിടെ ചെന്നാലും, ഇപ്പോൾ ഞാനൊക്കെ ഏത് ടൗണിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പോലീസിൻ്റെ അടുത്ത് പോയി ചോദിക്കും, ഇന്ന സ്ഥലം എവിടെയെന്ന്. കാരണം പോലീസ് എന്ന് പറയുന്നത് ഒരു ആശ്രയം കൂടിയാണ്. പോലീസിൻ്റെ ആപ്തവാക്യം നിങ്ങൾക്കറിയാലോ. പക്ഷേ പോലീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്രയം കൂടിയാണ് സാധാരണക്കാർക്ക്. ആ ആശ്രയമായി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ പോലീസ് നമ്മോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നന്മയാർന്ന പ്രവർത്തികൾ കാണാൻ സാധിക്കും. എന്തായാലും ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചു. വെള്ളിക്കുളങ്ങര എസ് ഐ ആയിട്ടുള്ള മാഡം പി എ ഷൈലയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഈ ദിവസത്തിൻ്റെ ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് തന്നെ. നന്ദി, നമസ്കാരം.